ശരി, ഇതേപ്പറ്റി പറയാൻ പല കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22 നമുക്ക് പോകാം. ഉൽപ്പത്തി 22 ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത് നിങ്ങൾ കാണുന്ന കാര്യം, 1-ാം വാക്യത്തിൽ അബ്രഹാം എന്ന് ദൈവം അവനെ വിളിച്ചു. അവൻ പറഞ്ഞു, ഇതാ ഞാൻ ഒന്നാമത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് നാം എപ്പോഴും തയ്യാറായിരിക്കണം. പോലീസുകാർ അവരുടെ കാറിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആ വോക്കി ടോക്കി പോലെ അവരൊരു പക്ഷേ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വോക്കി ടോക്കി എപ്പോഴും ഓണാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നൊരു സന്ദേശം വരുന്നു, ഇന്ന തെരുവിൽ ഒരു എമർജൻസി ഉണ്ട്, പെട്ടെന്ന് അവിടേക്ക് പോവുക. എല്ലാം കളഞ്ഞിട്ട് അവർ പോകും. ആ വോക്കി ടോക്കി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ഇതുപോലെ ആയിരിക്കണം. നിങ്ങൾ എന്തായിരുന്നാലും എവിടെയായിരുന്നാലും കർത്താവെ സംസാരിക്കണേ അടിയനിതാ. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. അർദ്ധരാത്രിയാണെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം 3-ാം വാക്യത്തിൽ അവൻ അധികാലത്ത് എഴുന്നേറ്റെന്ന് പറയുന്നു. ആ അർദ്ധരാത്രിയിൽ ദൈവം അവനെ വിളിച്ചു. അവൻ കേട്ടു. നിന്റെ മകനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകാം. അവൻ എന്തു ചെയ്തു? അതിരാവിലെ അവൻ എഴുന്നേറ്റ് തൻ്റെ മകനെയും കൂട്ടിപ്പോയി. അതാണ് രണ്ടാമത്തെ കാര്യം, പെട്ടെന്നുള്ള അനുസരണം. അതേപ്പറ്റി ചിന്തിക്കേണ്ടി വന്നില്ല. സക്കായി പെട്ടെന്ന് തന്നെ അനുസരിച്ചു. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളതേക്കുറിച്ച് പ്രാർത്ഥിച്ചും ചിന്തിച്ചും ഇരിക്കുമോ? ദൈവം പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്, തൻ്റെ ബന്ധുക്കളോട് അവൻ ആലോചിച്ചില്ല. സാറായോട് പോലും അവൻ ചോദിച്ചില്ല. സാറ എന്തു പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? ഓ സാറായെ, ഞാൻ നമ്മുടെ മകനെ കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ്. സാറ എന്തു പറയുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സാറയോടല്ല ദൈവം സംസാരിച്ചത്. കുടുംബത്തിൻ്റെ തലയെന്ന തലത്തിൽ കർത്താവ് ചിലപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയും. നിങ്ങളുടെ ഭാര്യ അത് കേട്ട് കാണുകയല്ല. നിനക്ക് വിലയേറിയ ചില കാര്യം യാഗം അർപ്പിക്കുക. നിനക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു കാര്യത്തെ പറ്റിയല്ല. അങ്ങനെ ഒരു കാര്യമല്ല. പല ഭർത്താക്കന്മാരും പറയാറുണ്ട്, അവരെവിടെയെങ്കിലും പണം ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ ഭാര്യയ്ക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന്. ഞാൻ പറയുന്നത് ദൈവത്തിന് വേണ്ടിയല്ല യാഗം കഴിക്കുന്ന കാര്യത്തെ പറ്റിയാണ്. അവനവൻ്റെ ബന്ധുക്കളോട് ആലോചിച്ചില്ല. ദൈവം എന്നോട് പോകാൻ പറഞ്ഞു, ഈ കാര്യത്തെപ്പറ്റി എനിക്ക് ഒരു ബന്ധുവിനോടും ആലോചിക്കേണ്ട ആവശ്യമില്ല, ഞാനതനുസരിക്കാൻ പോവുകയാണ്. നാലാമത്, അവൻ്റെ ബുദ്ധി അവനോട് പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല. അവൻ്റെ ചിന്ത അവനോട് പറഞ്ഞു കാണും, സ്വന്തം മകനെ യാഗം കഴിക്കുന്നത് നല്ല കാര്യമാണോ? ദൈവം തൻ്റെ വചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. ഈ വർഷങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്. പൂർണ്ണ ഹൃദയത്തോടെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ ഇവിടെ പറയുന്നു, അവരാ സ്ഥലത്തെത്തിയ ശേഷം അവനോടുകൂടെ വന്ന അവൻ്റെ ദാസന്മാർ അവനോട് ചോദിച്ചു, നീ എവിടെ പോവുകയാണോ? ഉൽപ്പത്തി പുസ്തകം 22:5 തൻ്റെ ദാസന്മാരോട് അവൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക. അവൻ ഇങ്ങനാണോ പറഞ്ഞത്, ഞാൻ പോയി എൻ്റെ മകനെ കൊന്ന് ദൈവത്തെ ഞാൻ എത്ര സ്നേഹിക്കുന്നു തെളിയിക്കാൻ പോകും? അല്ലല്ല, നിങ്ങളുടെ യാഗം രഹസ്യമായിട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്ത ത്യാഗത്തെക്കുറിച്ച് ആരും അറിയാതിരിക്കട്ടെ. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. 5-ാം വാക്യത്തിൽ അവൻ അത് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് എൻ്റെ ദൈവത്തെ ആരാധിച്ചിട്ട് വരാം. അവൻ അവരോട് ആ ആരാധന കഴിക്കാനായിട്ട് എത്ര വലിയ വിലയാണ് അവൻ കൊടുക്കാൻ പോകുന്നതെന്ന് അവൻ പറഞ്ഞില്ല. സ്വന്തം മകനെയാണ് അവൻ യാഗമാക്കുന്നത്. ഞാൻ പഠിച്ച മറ്റൊരു കാര്യമാണത്. നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഒരു ത്യാഗം ചെയ്യുമ്പോൾ അതേപ്പറ്റി നിങ്ങൾ പ്രശംസിക്കരുത്. അതൊരാരാധനയാണെന്ന് പറയുക. അതെത്ര വലിയ ത്യാഗമാണെങ്കിൽ പോലും. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ വലതു കൈ കൊടുക്കുന്ന പണം എത്രയെന്ന് നിങ്ങളുടെ ഇടതു കൈ അറിയരുത്. ആരെയെങ്കിലും സഹായിച്ചതോ കർത്താവിന് വേണ്ടി ചെയ്തതോ അത് രഹസ്യമായിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ആരാധന രഹസ്യമായിരിക്കണം. ഇവിടെ അബ്രഹാമിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്, തൻ്റെ മകന് പകരം 10,000 ആടിനെ അല്ല അവൻ കൊടുത്തത്. ദൈവം ഒരു കാര്യം ചോദിക്കുമ്പം അതിലും കുറഞ്ഞൊന്നും ദൈവത്തിന് കൊടുക്കരുത്, മുഴുവനും കൊടുക്കുക. അബ്രഹാം സന്തോഷത്തോടുകൂടെ തനിക്കുള്ള ആടിനെ മുഴുവനും കൊടുക്കാനായിട്ട് മടിക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, നിന്റെ മകനെ, അവൻ അതിനെയാണ് കൊടുത്തത്. അതുപോലെ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവൻ വളരെ വഴക്കമുള്ളവനായിരുന്നു. അവൻ ആ കത്തി ഉയർത്തി തൻ്റെ മകനെ കൊല്ലാൻ തുടങ്ങി. അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ ഇറക്കേണ്ടതിന് കത്തി എടുത്തു. കത്തി താണു വന്നപ്പം ദൈവം പറഞ്ഞു, നിർത്തുക. അവൻ വഴക്കമുള്ളവനായിരുന്നു. അവൻ പറഞ്ഞില്ല, ഞാൻ അവനെ കൊല്ലും.
അങ്ങനെയുള്ള മൂഢന്മാരായ വിശ്വാസികളുണ്ട്. ദൈവം പറഞ്ഞാൽ അവർ പറയും, ഇല്ലില്ല, ഞാൻ അവനെ കൊല്ലും. അന്ന് നീ കൊല്ലാൻ പറഞ്ഞില്ല, ഞാൻ കൊല്ലും. അബ്രഹാം അങ്ങനെ ചെയ്തില്ല. ഞാനത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ദൈവം എന്താ അബ്രഹാമിനോട് പറഞ്ഞ? അബ്രഹാമേ, ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു കാര്യമായിരുന്നു. നീ ദൈവത്തെ ഭയപ്പെടുന്നെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഇത് വായിച്ച് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, ദയവായിട്ട് എന്നെപ്പറ്റി നീ അത് പറയുമോ? എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എന്നെപ്പറ്റി നീ ഇത് പറയണേ, എന്നോടും ഇത് പറയണേ. നീ ദൈവത്തെ ഭയപ്പെടുന്ന ഇപ്പോൾ ഞാൻ അറിയുന്നു. കാരണം നിന്റെ ഏകജാതനെ തരുവാൻ നിനക്ക് മടിയില്ലായിരുന്നു. നിന്നെക്കുറിച്ച് അവനത് പറയും. ഏറ്റവും നല്ലത് അവന് കൊടുക്കുന്നെങ്കിൽ, എന്തു വിലയും നിങ്ങളുടെ ബന്ധുക്കളോട് ആലോചിക്കാതെ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ, 3 ദിവസം ചിന്തിച്ച് നിങ്ങൾ പറയുക, കർത്താവേ, ഞാൻ നിനക്ക് എൻ്റെ ഏറ്റവും മൂല്യമുള്ളത് തന്നെ തരും. അവൻ പറയും, 16-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ ഇത് ചെയ്തതുകൊണ്ട്. 17-ാം വാക്യത്തിൽ അവൻ പറയുന്നു, അവൻ നിങ്ങളോടും പറയും, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. കാരണം ഞാൻ പറഞ്ഞു നീ അനുസരിച്ചു. പ്രിയ സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ സർവ്വശക്തിയിലാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. അബ്രഹാമിനെ അവൻ അങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. അനേക ആളുകൾ അധിവസിക്കുന്ന ആ സ്ഥലത്തുനിന്ന് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തത്. അവൻ ഈ ഭൂമിയിൽ ചുറ്റും നോക്കി നിങ്ങളെ തിരഞ്ഞെടുത്തു. ഉലകസ്ഥാപനത്തിന് മുമ്പ്. ചോദ്യം ഇതാണ്, അബ്രഹാമിനെ പോലെ നിങ്ങൾ പ്രതികരിക്കുമോ? നിങ്ങളങ്ങനെ ചെയ്യുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൂടി ഒഴുകുന്ന അനുഗ്രഹത്തിന് ഒരു പരിധിയും ഉണ്ടായിരിക്കില്ല. അത് ആയിരങ്ങളെ അനുഗ്രഹിക്കും. അത് അല്പസ്വല്പം എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അല്പസ്വല്പം. അത് നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന് ഒരു പക്ഷപാതവുമില്ല. ദൈവം നിന്നെ തൻ്റെ സർവ്വശക്തിയിലാണ് വിളിച്ചതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നമ്മെ വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ പൂർണ്ണതയോടെ നിങ്ങളെ തന്നെ വിശ്വസിച്ച് തന്നെ ഫലമേൽപ്പിക്കും. പ്രിയ സഹോദര സഹോദരി, നീയും നിന്നെ സമർപ്പിക്കാൻ തയ്യാറാണോ? നിന്റെ ഭാര്യയ്ക്ക് നീ സമർപ്പിച്ചു കൊടുത്തതുപോലെ, നിന്റെ ഭർത്താവിന് നീ സമർപ്പിച്ചതുപോലെ മറ്റൊരാളിലും ഇന്ന് നിങ്ങൾക്ക് താല്പര്യമില്ല. നീ പറയൂ, എൻ്റെ ഭർത്താവിൽ മാത്രം, എൻ്റെ ഭാര്യയിൽ മാത്രം. പറയുക, ക്രിസ്തുവിൽ മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ സഹായിക്കണേ. നിന്റെ വചനം പറയാനായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പരിശ്രമിച്ചു. എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്റെ പരിശുദ്ധാത്മാവിൽ ഇത് മനസ്സിലാക്കാനായിട്ട് എല്ലാവരെയും സഹായിക്കണേ. അവിടുത്തെ സർവ്വശക്തിയിൽ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാക്കാൻ. ഞങ്ങൾ അതിന് യോഗ്യരായതുകൊണ്ടല്ല. അനേകരിൽ നിന്ന് അബ്രഹാമിനെ തിരഞ്ഞെടുത്തതുപോലെ ഉലകസ്ഥാപനത്തിന് മുമ്പ് ഒരു ദിവസം അവിടുന്ന് ഞങ്ങളെയും തിരഞ്ഞെടുത്തു. അബ്രഹാം ചെയ്തതുപോലെ, സക്കായി ചെയ്തതുപോലെ നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. നൂറ്റാണ്ടുകളായി അവിടുത്തെ ഭക്തന്മാർ പ്രതികരിച്ച പോലെ പ്രതികരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ. ഇവിടെ ഇരിക്കുന്ന ഈ സന്ദേശം കേട്ട ആരും ഇതിൻ്റെ വില കണക്ക് കൂട്ടി അത് കൊടുക്കാൻ തയ്യാറാകാതെ ഇത് നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.